നമസ്കാരം, ഞാൻ വിനിഷ ഹരീഷ്. ഹരേ കൃഷ്ണ. അമ്മേ സ്വാഗതം. ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ലീലകളെ കൊണ്ട് വൃന്ദാവനത്തിലെ പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലീലകളൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. ഹരേ കൃഷ്ണ. ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വൃന്ദാവനം എന്നത് ആധ്യാത്മികമായിട്ടുള്ള ലോകം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കുന്നത് എന്ന് ഭഗവാൻ തൻ്റെ ലീലകളിൽ കൂടെ തെളിയിച്ചിട്ടുണ്ട്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങൾ. ഭഗവാൻ തൻ്റെ ദിവ്യമായിട്ടുള്ള പാദസ്പർശം കൊണ്ട് പൃഥ്വിതൻ തിരുമാർത്തട്ടിൽ ഉത്സവം ചേർത്ത കാലടി എന്ന് പറയാറുണ്ട്. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പാദപത്മങ്ങളെ കൊണ്ട് വൃന്ദാവന ഭൂമിയിൽ കൂടെ സഞ്ചരിച്ച് ഭഗവാൻ വൃന്ദാവനത്തിൻ്റെ ഭൂമിയെ പരിശുദ്ധമാക്കി തീർത്തു. ജലത്തിനെ എങ്ങനെ പരിശുദ്ധമാക്കി തീർക്കും എന്നുള്ളത് ഭഗവാൻ കാളിയമർദ്ദന ലീലയിൽ കൂടെ കാണിക്കുന്നു. വിഷം വമിക്കുന്ന കാളിയൻ ആ കാളിന്തിയെ മുഴുവൻ വിഷമയമാക്കി തീർത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോകുന്ന പക്ഷികൾ വരെ ചിറക് കരിഞ്ഞ് വീഴും. അങ്ങനെയായിരുന്നു. അപ്പോൾ 5 വയസ്സുള്ള സമയത്താണ് ഭഗവാൻ ആ കാളിന്തിയിലേക്ക് ഭഗവാൻ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഭഗവാൻ ചാടി എന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ അങ്ങനെ ചാടുന്ന സമയത്ത് ഈ പ്രപഞ്ചമൊക്കെ തൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഭഗവാൻ സങ്കല്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ കാളിന്തിയിൽ വെള്ളം ഭഗവാൻ ചാടിയപ്പോഴേക്ക് വെള്ളം ഒരുപാട് ഉയരത്തേക്ക് ഉയർന്നു പോയി. ആകാശം തൊട്ട് തിരമാലകൾ ഉയർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 5 വയസ്സുള്ള ഭഗവാൻ അതിഭയങ്കരമായി വിഷം വമിക്കുന്ന കാളിന്തിയിൽ ജലത്തിൽ സുഖമായിട്ട് നീന്തി തുടിച്ച് കളിച്ചു എന്നാണ്. അപ്പോൾ കാളിയൻ്റെ ഭണത്തിൽ ഭഗവാൻ തൻ്റെ ആ ദിവ്യമായ പാദങ്ങൾ വെച്ച് ഭഗവാൻ, നമ്മൾക്ക് നൃത്തമാണ് ഭഗവാൻ ചെയ്തത്, പക്ഷേ കാളിയ മർദ്ദനം എന്നാണ്. കാളിയൻ ഓരോ പാദങ്ങളും ഭഗവാൻ കാളിയൻ്റെ ശിരസിൽ വെക്കുന്ന സമയത്ത് കാളിയന് തോന്നിയ ബ്രഹ്മാണ്ടങ്ങളൊക്കെ തൻ്റെ തലയിൽ വന്ന് വീഴുന്നു എന്നുള്ളത് തോന്നുകയാണ്. അപ്പം അങ്ങനെ ആ കാളിയന് അവിടുന്ന് പോവേണ്ടതായിട്ട് തോന്നുന്നു. ഭഗവാൻ പറഞ്ഞു, ഇവിടെ നിൽക്കരുത്, നീ രമണഗദ്വീപിലേക്ക് പോകണം എന്ന് പറയുകയാണ്. അങ്ങനെ കാളിയനെ ഭഗവാൻ അവിടുന്ന് പറഞ്ഞയച്ചിട്ട് കാളിന്തിയെ ഭഗവാൻ, ആ ജലത്തിനെ ഭഗവാൻ ശുദ്ധീകരിച്ചു എന്നാണ്. പിന്നെ അഗ്നി എങ്ങനെ ശുദ്ധീകരിച്ചത്? ഭഗവാൻ കാളിയമർദ്ദനം ആ ലീലയ്ക്ക് ശേഷം ഭഗവാൻ ആ കാളിന്തി തീരത്ത് ഭഗവാൻ ആ വൃന്ദാവനത്തിലുള്ള എല്ലാവരോടും കൂടി ഭഗവാൻ വിശ്രമിക്കുകയാണ്, രാത്രി ഉറങ്ങിക്കിടക്കുകയാണ്. ആ സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള ഒരു കാട്ടുതീ കത്തി വന്നു. ഇതൊരു അസുരനാണ് വാസ്തവത്തിൽ. അഗ്നിയെ ഭഗവാൻ അഗ്നി അഭിബൽ തീവ്രം അനന്തോ അനന്തശക്തി ദൃക് എന്നാണ് പറയുന്നത്. ആ അഗ്നിയെ ഭഗവാൻ വിഴുങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അഗ്നിയെ ഭഗവാൻ ശുദ്ധീകരിച്ചു. പിന്നെ വായുവിനെങ്ങനെ ശുദ്ധീകരിക്കും? അത് ഭഗവാന്റെ ദിവ്യമായ ലീലയാണ്. അതായത് തൃണാവർത്തൻ എന്നുള്ള അസുരൻ ഒരു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലാവുന്നത്. ഭഗവാൻ അസുരൻ്റെ, അതായത് യശോദാദേവിയുടെ മടിയിലിരിക്കുകയാണ് ഭഗവാൻ, ഇരുന്ന് കളിക്കുകയാണ്. അപ്പോഴേക്ക് ആ തൃണാവർത്തൻ വരുന്നു എന്ന് ഭഗവാന് മനസ്സിലായി. ആ സമയത്ത് ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ ഘനം വർദ്ധിപ്പിച്ചു. അപ്പോൾ യശോദയ്ക്ക് തോന്നി താൻ വലിയ പർവ്വതമാണെടുത്ത് മടിയിൽ വെച്ചത്. അപ്പോൾ യശോദ പതുക്കെ ഉണ്ണിയെ താഴത്തേക്ക് വെച്ചു. ആ സമയത്ത് ആണ് യശോദ എഴുന്നേറ്റ് പോയി. ആ സമയത്താണ് ഈ അസുരൻ തൃണാവർത്തൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്നത്, ചക്രവാതത്തിൻ്റെ രൂപത്തിൽ വന്നത്. ആ ഭഗവാൻ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ഭഗവാന്റെ സിദ്ധി മാറ്റി കാണിച്ചു. ഭഗവാൻ ഒരു പുഷ്പം പോലെയായിട്ട് മാറി. എടുത്തു കൊണ്ടുപോകാൻ ഭാഗത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ തൃണാവർത്തനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. തൃണാവർത്തൻ ഭഗവാനെ അവിടെ എത്തിയപ്പോഴോ ഭഗവാൻ തൃണാവർത്തൻ്റെ കഴുത്ത് മുറുക്കെ പിടിച്ചു. കാറ്റിൻ്റെ കഴുത്ത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറയുന്നത്. അതിനെ മുറുക്കി പിടിച്ചു. എന്തിനു പറയണു? അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കി വൈകുണ്ഠത്തിന് ഇങ്ങനെ ഞെക്കിയിട്ട് ഓടിക്കാന്നില്ലേ? ഇങ്ങനെ ഒരു ലീല ഭഗവാന്റെ. ഓരോ ലീലകളും പ്രതിനിമിഷ നവീനായ ഒരേപോലെയല്ല ഭഗവാൻ ചെയ്യണത്. അത്ഭുതമാണ് ഭഗവാന്റെ ലീലകൾ. ഒന്നിനെ പോലെ അല്ല മറ്റൊരു ലീല ഭഗവാൻ ചെയ്യണത്.
അനുഗ്രഹങ്ങളും അങ്ങനെയാണ് ഭഗവാന്റെ. അങ്ങനെ ഭഗവാൻ ആ വായുവിനെ ഭഗവാൻ ശുദ്ധീകരിച്ചു. പിന്നീട് ഭഗവാൻ ആകാശത്തിനെങ്ങനെ ശുദ്ധീകരിച്ചത്? ആ അന്തരീക്ഷത്തിനെ ശുദ്ധീകരിച്ച് ഭഗവാൻ രാസലീലയിൽ കൂടെ എന്നാണ് പറയണത്. അതായത് എത്ര എണ്ണിയാലൊടുങ്ങാത്ത ഗോപികമാർ, അത്രയും രൂപം ഭഗവാൻ സ്വീകരിച്ചു. രാസലീലയിൽ പണ്ടു ഗോപകന്യമാർ നിൻ്റെ ഭാസുര രൂപം കണ്ടു മോഹിച്ചിട്ടതിൽ നിന്നും 30 കോടി രൂപം അടർത്തിയെടുത്തിട്ടും ഒട്ടുമയെ ചടച്ചില്ല നിൻ്റെ മംഗളരൂപം എന്ന് അതിനെ കവികൾ വർണ്ണിക്കുന്നു. എത്ര ഗോപിമാരുണ്ടോ അത്രയും കൃഷ്ണൻ. അപ്പോൾ 2 കൃഷ്ണൻ്റെ നടുക്കൊരു ഗോപി, 2 ഗോപിയുടെ നടുക്കൊരു കൃഷ്ണൻ. മധ്യത്തിലാണെങ്കിലോ സഞ്ജഗോപയുണന ദേവകീ നന്ദന. ദേവകീ നന്ദന ആരാ? ദേവകി എന്ന് പറഞ്ഞാൽ ഇവിടെ യശോദാദേവിയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. വേണുഗാനം ചെയ്ത് രാധാറാണിയോടുകൂടി എഴുന്നള്ളി നിൽക്കുന്ന ഭഗവാൻ. ചുറ്റുമായിട്ട് ആ ഗോപികൃഷ്ണമാല എന്നാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഈ രാസലീലയുടെ ദിവ്യമായിട്ടുള്ള ശബ്ദങ്ങൾ അത് അന്തരീക്ഷത്തിലൊക്കെ ഉയർന്നപ്പോഴേക്ക് അവിടെ വായു പരിശുദ്ധമായിട്ട് മാറി. അപ്പോൾ എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഈ ലീലയിൽ കൂടെ നമ്മൾക്ക് എന്താ പഠിക്കാനുള്ളത്? ഭഗവാന്റെ ഈ ലീലകളിൽ കൂടെ നമ്മൾ നിരന്തരം ആ ലീലകളിൽ കൂടെ സഞ്ചരിക്കാൻ നമ്മൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ശരീരം പരിശുദ്ധമായിട്ട് മാറും. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ അന്തരീക്ഷം പരിശുദ്ധമായിട്ട് മാറും. നമ്മളായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പരിശുദ്ധമായിട്ട് മാറും. കൃഷ്ണനിലേക്ക് നമ്മളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ലയിച്ചു ചേരുന്ന അവസ്ഥയിൽ ആനന്ദ അബുധിവർദ്ധന എന്നാണ് പറയണത്. ആനന്ദമയമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് ഭഗവാന്റെ വൃന്ദാവനത്തിലെ പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കുന്ന വിശേഷമായിട്ടുള്ള ലീലകൾ. ഹരേ കൃഷ്ണ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ലീലകളെ കൊണ്ട് പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിച്ചത് എങ്ങനെയെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാം. ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്.